ഹലോ വെൽക്കം ബാക്ക് ടു ബിയോണ്ട് ബോർഡേഴ്സ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഹായ്, മൈ നെയിം ഈസ് സന. ഞാനിവിടെ US-ലാണ് ലിവ് ചെയ്യുന്നത്. ഇപ്പോൾ ബ്ലാക്ക് ഫ്രൈഡേ സെയിലൊക്കെ കഴിഞ്ഞല്ലോ അല്ലേ. അപ്പോൾ ആ സമയത്ത് ഞാൻ വാങ്ങിയിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട്. അതൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് മെയിനായിട്ട്. അപ്പോൾ അതിൽ സ്കിൻ കെയർ, മേക്കപ്പ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതൊരു സ്പോൺസർഡ് വീഡിയോ ഒന്നും അല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ജെന്യൂൻ ആയിട്ടുള്ള വാട്ട് ഐ ഫീൽ അബൌട്ട് ദിസ് പ്രോഡക്റ്റ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കവറിലാണ് ഞാൻ എല്ലാം കീപ്പ് ചെയ്തിട്ടുള്ളത്. അൾട്രാ, സെഫോറ, പിന്നെ ആമസോൺ, ഇങ്ങനെയുള്ള പല സ്ഥലത്തുനിന്ന് മൊത്തത്തിൽ കളക്ട് ചെയ്തിട്ടുള്ള ഒരു ബഞ്ച് ഓഫ് പ്രോഡക്റ്റ്സ് ആണ് ഞാൻ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഞാൻ കാണിക്കുന്നത് ബ്യൂട്ടി ഓഫ് ജോസൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്രാൻഡിൽ നിന്നുള്ള സൺസ്ക്രീൻ ലോഷനാണ്. ഇതിൻ്റെ പേര് ഡേ ഡ്യൂ സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇത് ബ്രോഡ് സ്പെക്ട്രം SPF 50 വരുന്നതാണ്. ഒരു 50 ml പ്രോഡക്റ്റാണ് വരുന്നത്. അപ്പോൾ നാട്ടിൽ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് പോലെയുള്ള ഒരു ഗ്രേഡിയൻറ്റ് പോലത്തെ ആണ്. ഇത് നിങ്ങൾ ട്രാവലൊക്കെ ചെയ്യുകയാണെങ്കിൽ സെഫോറയിലൊക്കെ കാണുകയാണെങ്കിൽ മസ്റ്റ് ട്രൈ ആണ്. കാരണം ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. മാത്രമല്ല എനിക്കിത് ഉപയോഗിച്ചിട്ട് എൻ്റെ സ്കിന്നിൽ കുറച്ച് നല്ല ഗ്ലോവി ആൻഡ് നല്ല മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ താഴെ ഇത് ഇടാനാണെങ്കിൽ ബെസ്റ്റാണ് കേട്ടോ. നല്ലൊരു ഡ്യൂവി ലുക്ക് കിട്ടും. സോ ഈ പ്രോഡക്റ്റ് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇതൊരു ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. എനിക്കറിയില്ല ഇത് നല്ല ഓയിലി സ്കിൻകാർക്ക് സ്യൂട്ടബിൾ ആവുമെന്ന്. കാരണം ഇത് കുറച്ചൊരു ഡ്യൂവി കൈൻഡ് ഓഫ് ഒരു ഫീൽ തരുന്നതാണ്. സോ നിങ്ങൾക്ക് അങ്ങനത്തെ ഫീൽ ഇഷ്ടമല്ലെങ്കിൽ യു ക്യാൻ സ്കിപ്പ് ദിസ്. പക്ഷേ എനിക്ക് തോന്നുന്നു നോർമൽ ടു ഡ്രൈ സ്കിൻ ഓർ കോമ്പിനേഷൻ സ്കിന്നിന് ഒക്കെ പറ്റുന്നതാണ്. സെൻസിറ്റീവ് സ്കിന്നിനും ഒക്കെ ഇത് മാച്ച് ആവുന്നതാണ് കേട്ടോ. അപ്പം ആ ബ്രാൻഡിൽ തന്നെ അടുത്ത ഞാൻ എടുത്തിട്ടുള്ളത് അവരുടെ റെഡ് ബീൻ റിഫ്രഷിങ് മാസ്ക് ആണ്. ഇതൊരു പോർ മാസ്ക് ആണ്. സോ നമുക്ക് ഇങ്ങനെ പോർസ് ഫേസിലുണ്ടാവും, അതൊക്കെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് ആക്ച്വലി ഞാൻ വാങ്ങിയിട്ട് ഉപയോഗിച്ചു ഒരു 2 times ഞാൻ ഇത് ഉപയോഗിച്ചു. ഇത് കിഡിലും പ്രോഡക്റ്റാണ്. എന്തായാലും നിങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുക. കാരണം ഇത് എനിക്ക് ഫീൽ ചെയ്തത് ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല രീതിയിൽ സ്കിൻ എക്സ്ഫോളിയേറ്റ് ആയി. മാത്രമല്ല നല്ലൊരു ഗ്ലോ സ്കിന്നിനുണ്ടായിരുന്നു. അപ്പം ഈ ഒരു പ്രോഡക്റ്റും ബ്യൂട്ടി ഓഫ് ജോസൻസിൻ്റെ ഒരു ബെസ്റ്റ് പ്രോഡക്റ്റാണ്. സോ നിങ്ങളാരും ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇറ്റ്സ് എ മസ്റ്റ് ട്രൈ. ഓക്കെ, സോ ഈ 2 പ്രോഡക്റ്റും ഹൈലി റെക്കമെൻഡ്. അടുത്തത് പില്ലോ ടോക്ക് ഷാലറ്റിൽബെറി എന്നാണ്. ഇതിൽ 3 വേരിയൻറ്റ് വരുന്നുണ്ട് ആക്ച്വലി. ഇതിൽ മീഡിയം ആൻഡ് ഫെയർ ഡീപ്പ് സ്കിൻ ടോണിന് പറ്റുന്ന പില്ലോ ടോക്കിലുള്ള ഒരു ലിപ്സ്റ്റിക്കാണിത്. അപ്പോൾ നിങ്ങളുടെ ഷെയ്ഡ് അനുസരിച്ച്, കാരണം പില്ലോ ടോക്കോ അവർ ഫസ്റ്റ് ലോഞ്ച് ചെയ്തത് ഫെയർ സ്കിൻ ടോണാണ്. സോ അത് മീഡിയം ആൻഡ് ഡാർക്ക് സ്കിന്നുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാവരും കണക്കിലെടുത്തിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള അവരുടെ ന്യൂ ഒരു പ്രോഡക്റ്റാണിത്. ഇതിൻ്റെ പാക്കേജിങ് ഭയങ്കര രസമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഒരു മോവി പിങ്കാണ്. എനിക്കിത് എൻ്റെ ലിപ്സിലിട്ട് അധികം ഒരു പോപ്പായിട്ട് നിൽക്കുന്ന ഒരു കളറല്ല. ഇതൊരു ന്യൂഡായിട്ടാണ് എൻ്റെ സ്കിന്നിൽ ഇത് വരുന്നത്. ഞാൻ വേണമെങ്കിൽ ഇത് സ്വാച്ച് ചെയ്ത് കാണിക്കാം. ഇതിങ്ങനെ ഒരു നല്ല ഷെയ്ഡാണ് കേട്ടോ. ഒരു മോവി പിങ്ക്, ഒരു ബ്രൗൺ ഒക്കെ മിക്സായി വരുന്ന ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ യൂസ് ചെയ്തിട്ടൊരു മേക്കപ്പ് ലുക്കൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം എങ്ങനെയാണ് വിത്തൗട്ട് ഓർ വിത്ത് മേക്കപ്പ് ഞാൻ കാണിക്കാം. അടുത്ത ഞാൻ വിഷ് ലിസ്റ്റ് ഇട്ടിട്ട് കുറേ ആയിട്ട് ഇങ്ങനെ സെയിലാവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് വാങ്ങിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇത് ഹുദ ബ്യൂട്ടിയുടെ എംപവേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഐ ഷാഡോ പാലറ്റാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് ബോൾഡ് കളേഴ്സൊക്കെ വരുന്നുണ്ട്. ഡെയിലി യൂസിനും അതുപോലെ ഡ്രമാറ്റിക് ഐ ലുക്സൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഷെയ്ഡ്സാണ് വരുന്നത്. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ കളേഴ്സ്. ഇതിൽ ഈ വാട്ടർ ഡ്രോപ്ലെറ്റ് പോലെയുള്ള ഈ ഒരു ഷെയ്ഡ് അവർ പുതിയതായിട്ട് ഈ ഒരു ഫോർമുല അവർ ഇറക്കിയെന്ന് പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതിൽ നിങ്ങൾക്ക് കണ്ടറിയും വെള്ളത്തുള്ളി പോലെ ഉണ്ട്. അതുപോലെ ഇതും മാറ്റല്ല, ഇതൊരു ജെല്ലി ടൈപ്പാണ്. സോ ഇതൊക്കെ നമുക്ക് ഡെയിലി യൂസിന് പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു ന്യൂട്രൽ ഷെയ്ഡ്സ് വരുന്നുണ്ട്. പിന്നെ ബോൾഡ് ലുക്സ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഗോൾഡൻ ഷിമ്മേഴ്സ്, സോ ഈ ഒരു ഏരിയയിൽ വരുന്നതൊക്കെ ഷിമ്മേഴ്സാണ്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ നല്ല ഐ ലുക്സൊക്കെ ക്രിയേറ്റ് ചെയ്യും. അതിൻ്റെ ഒരു പിഗ്മെൻറ്റേഷൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഒരൊറ്റ ഒരു ഇതിൽ തന്നെ ഇത്രയും പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു ഇതാണ് വരുന്നത് കേട്ടോ. നോർമലി എൻ്റെ കയ്യിൽ മോർഫിയുടെ ഒരു പാലറ്റ് ഉണ്ട്. അത് ആക്ച്വലി നല്ല കളേഴ്സൊക്കെ അവരേലുണ്ട്. പക്ഷേ ദ തിങ് ഈസ് കുറച്ച് സമയം കഴിഞ്ഞാൽ അതങ്ങനെ ഫെയ്ഡായി പോകും. അത് മാത്രമേ ഉള്ളൊരു പ്രശ്നം. അപ്പം ഞാനെന്തായാലും ഇതിങ്ങനെ കാത്തിരുന്ന് വാങ്ങിയ ഒരു ഐറ്റമാണ്. കാരണം ഇത് വെച്ച് ഒരുപാട് മേക്കപ്പ് ലുക്സ് ആൾക്കാർ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ
ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ ഈ പ്രാവശ്യം വാങ്ങിച്ച ഈ ഫുൾ സെയിലിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് ഇതാണ് കേട്ടോ. ഞാൻ ഇതിനായിരുന്നു കാത്തിരുന്നത്. അപ്പം അടുത്തത് ടാർട്ടയുടെ ഈ ഒരു ക്രീമി കൺസീലറാണിത്. അൾട്രാ ക്രീമി ആണ് വരുന്നത്. അതുപോലെ അതിൻ്റെ കൂടെ അവർ ബ്രഷ് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഈ ഒരു ലിമിറ്റഡ് ടൈമിന് മാത്രമാണ് അവരിങ്ങനെ ഈ ഒരു ഫുൾ സൈസിൻ്റെ കൂടെ ഈ ഒരു ബ്രഷ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഈ ഒരു ടിപ്പ് കണ്ടോ, ഇങ്ങനെ ഒരു സ്ലാൻഡിങ് ഇതിലാണ്. സോ ഇത് നമ്മളുടെ ഹാൻഡിനെ മിമിക് ചെയ്യുന്ന പോലെയുള്ളതാണ്. ഇതിൻ്റെ ക്വാളിറ്റി ഞാൻ പറയുകയാണെങ്കിൽ ഇത് കുറച്ചൊരു നിങ്ങൾക്കൊരു ലൈറ്റ് കവറേജിനൊക്കെ ആണെങ്കിൽ ഓക്കെയാണ്. പക്ഷേ ഭയങ്കര തിക്നെസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കവറേജ് അധികം കിട്ടാൻ ചാൻസ് ഇല്ല. സോ ഞാൻ വിചാരിക്കുകയാണ് ഇത് നമ്മൾ കളർ കറക്റ്ററൊക്കെ യൂസ് ചെയ്യുമ്പം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രഷാണ്. എൻ്റെ ഷെയ്ഡ് വരുന്നത് ടാൻ ഡീപ്പ് സാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഷെയ്ഡാണ്. സോ നിങ്ങൾ എൻ്റെ ഒരു സ്കിൻ ടോണിലുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു കളർ നിങ്ങൾക്ക് കറക്റ്റ് ആയിരിക്കും. ഇത് എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കര നോട്ട് ടു ഡ്രൈയിങ് ആയിട്ടുള്ള ഒരു ബെസ്റ്റ് കൺസീലറാണ്. ടാർട്ടേ ബ്രാൻഡ് പിന്നെ ലൈക്ക് ഓൾമോസ്റ്റ് എല്ലാം അവരുടെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതാണ് എൻ്റെ ഒരു സ്കിൻ ടോണിന് പറ്റിയ ഒരു ഷെയ്ഡ്. ആക്ച്വലി നോട്ട് ബാഡ്, കുറച്ച് നന്നായിട്ട് തന്നെ ഇത് ബ്ലെൻഡ് ആവുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഷെയ്ഡാണ് അനസ്താസിയ ബെവർലി ഹിൽസിലെ ഈ ഒരു പൊമഗ്രാനൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷെയ്ഡ്. ഇതൊരു നല്ല ഒരു ഡീപ്പ് റെഡ്, ഒരു മെറൂണിഷ് ഒരു റെഡ് ആണ് ഈ ഒരു കളർ വരുന്നത്. ഇത് എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് എൻ്റെ കയ്യിൽ ഇത് ഓൾമോസ്റ്റ് ഒരു ഫുൾ ബോട്ടിൽ ഞാൻ തീർത്തു. ഈ ഒരു അത്രയും അടിപൊളിയാണ് ഈ കളർ. അതുകൊണ്ട് തന്നെ ഞാൻ എഗെയിൻ അത് റീപർച്ചേസ് ചെയ്തു. കാരണം ഇത് നല്ല ഓഫറിൽ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഷെയ്ഡ് വന്നിട്ട് കുറച്ചൊരു ബ്രൈറ്റ് ആയിട്ടുള്ള പിങ്കാണ്. സോ നിങ്ങൾക്കൊരു ബോൾഡ് ലിപ്സൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇതൊരു ബെസ്റ്റാണ്. അത് മാത്രമല്ല ഇതിൻ്റെ അപ്ലിക്കേറ്റർ ഭയങ്കര രസമാട്ടോ. ഒരു എന്താ പറയുക, അതൊരു നല്ല വെൽവെറ്റി ഒരു ടൈപ്പ് ഓഫ് ഒരു ഇതാണ്. കണ്ടോ, ഭയങ്കരമായിട്ട് റെഡായിപ്പോയി. നമുക്കത് തുടച്ച് കളയാം. ഓക്കെ, സോ ഈ ഷെയ്ഡ് അതും തന്നെ ഞാൻ വേറൊരു ഷെയ്ഡും കൂടെ വാങ്ങിയിട്ടുണ്ട്. ഈ ഷെയ്ഡിൻ്റെ പേരാണ് ബ്ലാക്ക് ബെറി. സോ ഇത് ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഞാൻ ബോൾഡ് ലുക്സ് അല്ലെങ്കിൽ ഒരു ബ്രൈറ്റ് റെഡ് ലുക്ക് വേണമെങ്കിൽ ഞാൻ ഈ ഒരു ഇതാണ് ഇടുക. വിത്തൗട്ട് മേക്കപ്പ് നന്നായിട്ട് അതാവും. ഇപ്പോൾ ഇത് സെഫോറയുടെ ഒരു ലിപ്പ് ലൈനറാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇത് ഓൾറെഡി എൻ്റെ കയ്യിലുള്ളതാണ്, ഇതിൽ വാങ്ങിച്ചതല്ല. ഇവിടെ അത് ഇതിൻ്റെ കൂടെ നമ്മൾ ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, സോ ഇത് ഇൻസ്റ്റൻ്റ്ലി നമ്മുടെ ഫേസിനെ ബ്രൈറ്റൻ ആക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഷെയ്ഡാണ് വരുന്നത്. നിങ്ങൾ ഇതുവരെ ഒരു റെഡ് ലിപ്സ്റ്റിക്ക് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഷെയ്ഡാണ്. പിന്നെ ഞാൻ അവരുടെ തന്നെ ഒരു പുതിയ ഷെയ്ഡും കൂടെ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോയപ്പം അവരിൽ അധികം ഡീപ്പ് ഷെയ്ഡ്സ് കുറവാണ്. കൂടുതലും ഈ വേരിയൻറ്റിൽ ഇതേ സെക്ഷനിൽ നിങ്ങൾക്ക് ന്യൂഡ് ഷെയ്ഡ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ ന്യൂഡ് നിങ്ങൾ ഈ ലിപ്പ് ലൈനറൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഇന്ത്യൻ സ്കിൻ ടോണിന് ഓക്കെ ആയിരിക്കും. അതർവൈസ് അത് നന്നായിട്ട് വാഷ് ഔട്ട് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു പൊമഗ്രാനൈറ്റ് ഇത് ബ്ലാക്ക്ബെറി ആണ് ഷെയ്ഡ് വരുന്നത്. ഇത് ഒരു എന്താ പറയുക, ഒരു മൂവി ഒരു പിങ്ക് അല്ല, ഒരു വയലറ്റും അല്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. സോ ഒരു ഡീപ്പായിട്ടുള്ള മുന്തിരി കളറില്ലേ, മുന്തിരിയുടെ ഒരു ഗ്രേപ്സ് അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ ഇത് ഞാൻ ട്രൈ ഓൺ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ഷെയ്ഡ് ഞാൻ ഇപ്പോൾ കാണിക്കാം. ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച ഒരു ഷെയ്ഡാണിത് കേട്ടോ. പിന്നെ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടറിയും, ഒരു നമ്മുടെ ലിപ്സിൻ്റെ എത്ര പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്പാണെങ്കിലും അത് നല്ല രീതിയിൽ അത് കവർ ചെയ്യും. അത് മാത്രമല്ല നമ്മളുടെ ലിപ്സിനൊരു ബ്ലറി ആയിട്ടുള്ള ഒരു എഫക്റ്റ് കിട്ടും. നോക്കൂ, ഇത് കാണോ,
ഒരു വെൽവെറ്റി ഫീലാണ്, നല്ല കംഫർട്ടബിളാണ് ഓൺ ദ ലിപ്സ്, അധികം ഡ്രൈയിങ് അല്ല, ഡെയിലി വെയർ ചെയ്യാൻ പറ്റുന്ന അങ്ങനെയൊക്കെയുള്ളതാണ്. അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഞാനിതിൽ പറയുന്ന ഒരു 90% പ്രോഡക്റ്റും ഹൈലി റെക്കമെൻഡ് ആയിരിക്കും. കാരണം ഞാൻ കുറേ നോക്കി വാങ്ങിച്ചതാണ്. ഇനി അടുത്തത് ഹുദ ബ്യൂട്ടിയുടെ ഈ ഒരു സെറ്റിംഗ് പൗഡറാണ്. ഇതെൻ്റെ മിനിയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ഒരു കുഷ്യനും കൂടെ വരുന്നുണ്ട്. സോ ഇങ്ങനെ എടുത്തിട്ട് നോക്കാം. ഇത് ഞാൻ ആ സെയിലിന് തൊട്ട് മുന്നേ വാങ്ങിച്ചതാണ്. ബട്ട് ഇതിൻ്റെ ഫോർമുല ഭയങ്കര അടിപൊളിയാണ്. ഇതിട്ടാൽ നല്ല ബ്ലറി, ഫേസ് ഇങ്ങനെ ഓയിലി ആയിട്ട് ഇരിക്കുമ്പോഴൊക്കെ ഇത് അതിനെ ബ്ലറാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളാണ്. എൻ്റെ ഷെയ്ഡ് വന്നിട്ട് ബനാന ബ്രെഡ് ബേബി ബേക്ക്. ഞാൻ യൂസ് ചെയ്ത് അഗെയിൻ റീപർച്ചേസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇത് ക്ലിനിക്കിൻ്റെ ഒരു മോയ്സ്ചർ സർജിലെ ആക്റ്റീവ് ഗ്ലോ സിറമാണ്. സോ ഇതിൽ വിറ്റമിൻ സിയും വരുന്നുണ്ട്. പക്ഷേ ഞാൻ മുന്നേ വിറ്റമിൻ സി ഒന്നും ഉപയോഗിച്ചിട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നു ഈ പിമ്പിളുള്ള ആൾക്കാർക്ക് വിറ്റമിൻ സി അങ്ങനെ പെട്ടെന്ന് ഉപയോഗിച്ചാൽ നല്ല പണി കിട്ടും. പെട്ടെന്ന് ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ഒരുപാട് കൂടുന്നത്, ചില ആൾക്കാർക്ക് അത് വർക്കാവും, ചില ആൾക്കാർക്ക് വർക്കാവില്ല. അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ ഈ വിറ്റമിൻ സി ഉപയോഗിക്കാൻ കുറച്ച് പേടിയുണ്ടായിരുന്നു. ബട്ട് ഇതിലൊരു ചെറിയ എമൗണ്ട് മാത്രമേ ഉള്ളൂ. മാത്രമല്ല ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പം പിമ്പിൾ വന്നിട്ടുള്ള മാർക്സ് അങ്ങനെയുള്ള എല്ലാം നന്നായിട്ട് മാറുന്നുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഒരു പ്രാവശ്യം എനിക്ക് പിമ്പിൾ ഒന്ന് നന്നായിട്ട് പാഴായ സമയത്താണ് എനിക്ക് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടിയത്. സോ ഞാൻ ആ സമയത്ത് ഉപയോഗിച്ചപ്പം എനിക്ക് പെട്ടെന്ന് തന്നെ അത് ഫെയ്ഡ് ആവുന്നത് മനസ്സിലായി. അതിനുശേഷം ഞാൻ പിന്നെ ഇത് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യാൻ തുടങ്ങി. അടുത്തത് സ്മാഷ് ബോക്സിൻ്റെ ഒരു പ്രൈമർ. ഞാൻ ഇപ്രാവശ്യം ഇതിൻ്റെ ഒരു മിനിയാണ് വാങ്ങിയത്. ആക്ച്വലി മിനി തന്നെ ഒരു ധാരാളമാണ് കേട്ടോ ഇത്. കാരണം ഞാനിതിൻ്റെ ഒരു ചെറിയ ട്യൂബ് കഴിഞ്ഞ കൊല്ലം വാങ്ങിയിരുന്നു. സോ ഇതെൻ്റെ റീപർച്ചേസാണ്. ചെറിയൊരു ട്യൂബാണ്. ഞാനിതിൻ്റെ വലുത് അടുത്ത പ്രാവശ്യം വാങ്ങിക്കണം ട്രൈ ചെയ്തിട്ടെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഞാൻ ആ ചെറിയ ട്യൂബാണ് എനിക്കൊരു 1 ഇയറിലേക്ക് ത്രൂ ഔട്ട് ദ ഇയർ അത് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ബേസ് അധികം ഉപയോഗിക്കുക എന്തെങ്കിലും ഹെവി മേക്കപ്പ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോഴാണ് മെയിനായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ വെറുതെ പുറത്ത് പോവുക അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ അധികം കൺസീലർ മാത്രമാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പം സ്മാഷ് ബോക്സിൻ്റെ ഫോട്ടോ ഫിനിഷ് സ്മൂത്ത് ആൻഡ് ബ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൈമറാണിത്. ഇത് ആക്ച്വലി കിടിലം പ്രോഡക്റ്റാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മേക്കപ്പ് ഇടുമ്പം ചില ആൾക്കാർക്ക് ഈ പോർസ് അതുപോലെ ഇങ്ങനെ നമ്മുടെ സ്കിൻ ടെക്സ്ചർ ഇങ്ങനെ എൻഹാൻസ് ചെയ്ത് കാണും ഭയങ്കരമായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് ഉപയോഗിച്ചാൽ നമ്മളുടെ സ്കിൻ ക്യാൻവാസ് നല്ല സ്മൂത്തായിട്ട് കിട്ടും. സോ നമ്മൾ എന്താണോ മേക്കപ്പിൻ്റെ ഉള്ളിൽ, അതായത് സ്റ്റാർട്ടിങ് നമ്മൾ സ്കിൻ പ്രെപ്പ് ചെയ്യുന്നത് മുതൽ എന്ത് പ്രോഡക്റ്റ്സാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളുടെ ഔട്ട്ലുക്ക് എങ്ങനെ വരും എന്നുള്ളത് വരുന്നത്. സോ നമ്മളെ സ്കിൻ ഒരു വെരി ബാഡ് കണ്ടീഷനിലാണ് അല്ലെങ്കിൽ നന്നായിട്ട് പ്രെപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ഹൈ എൻഡ് ബ്രാൻഡ് എത്ര അടിപൊളി പ്രോഡക്റ്റ്സ് ഒക്കെ ഉപയോഗിച്ചാലും ആ ഒരു ക്വാളിറ്റി ആ ഒരു ലുക്ക് അത്രയും കിടിലമായിട്ട് വരില്ല. സ്കിന്നിന് പോക്കുകയാണെങ്കിൽ എത്ര ബിഗ് പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടും ഒരു കാര്യമില്ല. അപ്പം ഇതൊരു ബെസ്റ്റ് ബേസാണ്. മോസ്റ്റ് ഫേവറേറ്റ് പക്ഷേ വെരി 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 എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണിത്. ടാച്ച. ഇതൊരു ജാപ്പനീസ് ബ്രാൻഡാണ് കേട്ടോ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സോ ഇത് ഞാനിപ്പോൾ പുതിയതായിട്ടാണ് കേട്ടോ വാങ്ങിച്ചത്. യൂസ് ചെയ്തിട്ട് ഞാൻ എങ്ങനെയുണ്ടെന്ന് പറയാം. പക്ഷേ മുന്നേ ഞാൻ ഇതിൻ്റെ തന്നെ വാട്ടർ ക്രീം യൂസ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇവരുടെ ഇതിൽ ഒരുപാട് ഡിഫറെൻറ്റ് കളേഴ്സിലാണ് വരുന്നത്. സോ ഓരോ കളറ് ഓരോ സ്കിൻ കൺസേൺസിനെയാണ് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് സ്കിന്നിലെ ചുളിവുകൾ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ സിൽക്ക് ക്രീം എന്ന് പറയുന്നത്. ഇത് ഞാൻ എങ്ങനെ ഉണ്ട് എന്നറിയാൻ വേണ്ടി മാത്രം വാങ്ങിച്ചതാണ്. അതിൽ പക്ഷേ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത് ഈ ടാച്ചയുടെ വാട്ടർ ക്രീമാണ്. സോ ഒരു ഹെവി ഫീലും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ ഫേസിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അബ്സോർബ് ആവും. ഒരു വാട്ടറി കൈൻഡ് ഓഫ് ഒരു ടെക്സ്ചർ ഒരു ഇതാണ് വരുന്നത്. ഇത് ആക്ച്വലി എംറ്റി ആണ് കേട്ടോ. ഞാൻ തീർത്തു. ഓൾറെഡി ഞാൻ 2 ഇതേ സൈസിൽ 2 ഓർഡർ ചെയ്തിട്ടുണ്ട്. ടാച്ചയുടെ സൈറ്റിൽ 25% ഓഫർ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഒരെണ്ണത്തിന് ഇവിടെ വരുന്നത് $94 അത് $100 and something $2 ഇത് വരുന്നുണ്ടായിരുന്നു. പ്ലസ് ഇതിൻ്റെ വേരിയൻറ്റിൽ വരുന്ന കുറച്ച് സിറം, കുറച്ച് 2 പ്രോഡക്റ്റ് ഒരു $75 വേർത്തിൻ്റെ പ്രോഡക്റ്റ് ഇത് 2 വാങ്ങിച്ചാൽ ഫ്രീ ആയിട്ടും വരുന്നുണ്ടായിരുന്നു. സോ ഞാൻ അത് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് എത്തിയിട്ടില്ല, ഓൺ ദ വേ ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഇതിപ്പോൾ നിങ്ങൾ കാണുമ്പോഴായിരിക്കും ഇതൊരു അതിൻ്റെ ഡിസൈനാണെന്നല്ലേ. പക്ഷേ ഡിസൈനല്ല, ഇത് നമുക്കിങ്ങനെ ആക്ച്വലി റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ പ്രോഡക്റ്റ് എടുത്ത് ഇങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു വാട്ടർ ലൈക്കാണ്. അധികം എന്താ പറയുക, അധികം തിക്കല്ല. പെട്ടെന്ന് തന്നെ ഇത് അബ്സോർബായിട്ട് പോകും. പക്ഷേ ഭയങ്കര
കുറച്ച് പ്രോഡക്റ്റ് മതി ഇത്, കുറച്ച് ഉപയോഗിച്ചാൽ തന്നെ നന്നായിട്ടത് എന്താ പറയുക മോയ്സ്ചറൈസ്ഡ് ആവും. അതുകൊണ്ട് ഒരുപാട് പ്രോഡക്റ്റ് ഒന്നും ഉപയോഗിക്കേണ്ട. ഞാൻ നാട്ടിലായ സമയത്ത് പോൺസിൻ്റെ ഒരു വാട്ടർ ജെല്ല സംതിങ് ഉണ്ടായിരുന്നു, അതായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് ആക്ച്വലി നിങ്ങൾ നാട്ടിൽ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സെക്ഷൻ നോക്കുകയാണെങ്കിൽ അതൊരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. സോ ബയോമ എന്ന് പറഞ്ഞ ഈ ഒരു ബ്രാൻഡ്, ഇത് എനിക്കറിയില്ല നൈക്കയിലൊക്കെ അവൈലബിൾ ആണോ എന്ന്, പക്ഷേ ഇതൊരു മിൽക്കി ഓയിൽ ക്ലെൻസറാണ്. ഇത് എൻ്റെ സെക്കൻഡ് തേർഡ് ബോട്ടിലാണ്. ഒരു ഓയിൽ പോലെയാണ് ഇത് ഉണ്ടാവുക. അത് കയ്യിലെടുക്കുക, നന്നായിട്ട് ഫേസിൽ മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്തതിന് ശേഷം കുറച്ച് വാട്ടർ എടുത്ത് മിക്സ് ചെയ്യുമ്പോൾ അതൊരു മിൽക്കി പോലെ ആവും, ഒരു മിൽക്ക് പോലെ ആവും. അപ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് ഇങ്ങനെ സർക്കുലർ മോഷനിൽ നന്നായിട്ട് ടൈം എടുത്ത് നമ്മൾ റബ്ബ് ചെയ്ത് കൊടുക്കുക സർക്കുലർ മോഷനിൽ. അങ്ങനെ ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാം. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊരു ഫേസ് വാഷ് അല്ല ആക്ച്വലി. സോ നിങ്ങൾ എഗെയിൻ ഫേസ് വാഷ് ഇട്ടിട്ട് കഴുകണം. ഒരു ജെൻറ്റിലായിട്ടുള്ളത് യൂസ് ചെയ്താൽ മതി. കാരണം ഡബിൾ ക്ലെൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഇത് ചെയ്തതിന് ശേഷം പിന്നെ ഹെവി നല്ല ഹാർഷായിട്ടുള്ള ഫേസ് വാഷൊക്കെ ഉപയോഗിക്കും. അങ്ങനെ ചെയ്യരുത്. മൈൽഡായിട്ടുള്ള ഫേസ് വാഷ് ഡെയിലി യൂസിന് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇനി അടുത്തത് ഡിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്രാൻഡിൽ നിന്നുള്ള ബ്രോൺസർ ആൻഡ് ബ്ലഷ് കോംബോ ആണ്. ഇതിൻ്റെ ഒരു സൈഡിൽ ബ്രോൺസർ, ഒരു സൈഡിൽ ബ്ലഷും ആണ് വരുന്നത്. അപ്പോൾ എൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഷെയ്ഡ് 4 ആണ് കേട്ടോ. ഈ ഒരു ബ്രാൻഡ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇവിടെ അത് കുറച്ച് ഫേമസ് ആണ്. മാത്രമല്ല ഇത് വന്നിട്ട് കുറച്ച് എന്താ പറയുക ഹൈ എൻഡ് ആണ്, കുറച്ച് കോസ്റ്റ്ലി ആണ്, ബട്ട് നല്ല അടിപൊളി ഫോമുലയാണ് കേട്ടോ. ഭയങ്കര എന്താ പറയുക ബട്ടറി സ്മൂത്താണ്. ആൻഡ് ഇതിൻ്റെ ഈ സൈഡിൽ ബ്ലഷും വരുന്നുണ്ട്. ഈ ഒരു കളർ ബ്ലഷാണ് വരുന്നത് കേട്ടോ. ഇനി നാർസിൻ്റെ ഈ ഒരു റേഡിയൻറ്റ് ക്രീമി കൺസീലർ ഷെയ്ഡ് നമ്പർ ബിസ്ക്കറ്റ്. ഇത് മീഡിയം ടു ഡീപ്പ് സ്കിൻ ടോണിന് പറ്റുന്ന ഷെയ്ഡാണ്. അപ്പോൾ എൻ്റെ സ്കിൻ ടോണിലുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു കളർ നല്ലതാണ്. ഇതിൻ്റെ പാക്കേജിങ് തന്നെ ഭയങ്കര സോഫ്റ്റ് കേട്ടോ. നോർമൽ ഇതൊരു കാർഡ്ബോർഡ് അല്ല ആക്ച്വലി. ഞാനിപ്പോഴാണ് ആദ്യമായിട്ടാണ് നാർസിൻ്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഒരുപാട് കേട്ടിട്ടുണ്ട് നാർസിൻ്റെ ഈ ഒരു കൺസീലറിൻ്റെയും ഇതിൻ്റെ ഫൗണ്ടേഷനെയും പറ്റിയിട്ട്. അപ്പോൾ അത് രണ്ടും ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതിൽ കൺസീലർ ഇതാണ് വരുന്നത്. ഇതിൻ്റെ അപ്ലിക്കേറ്ററൊക്കെ എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കാം. സോ ഇതാണ് എൻ്റെ ഷെയ്ഡ്. ഫേസിൽ കറക്റ്റ് ആയിരിക്കും, ഹാൻഡിൽ കുറച്ച് ഡാർക്കാണ്. ഓക്കെ, അപ്പം ഇത് നല്ല ഒരുപാട് റിവ്യൂസ് ഞാൻ ഈ ഒരു കൺസീലറിന് കേട്ടിട്ടുണ്ട്. കാരണം ഇത് അത്ര നമ്മളുടെ അണ്ടർ ഐസിന് അത്രയും ഡ്രൈയിങ് ആക്കില്ല. മാത്രമല്ല നല്ല ഒരു ബ്രൈറ്റൻഡ് ലുക്ക് കിട്ടും എന്നാണ് പറയുന്നത്. സോ എനിവേസ് ഞാൻ കളർ കറക്റ്റർ യൂസ് ചെയ്യാറുണ്ട് എപ്പോഴും അണ്ടർ ഐസിൽ, എന്നിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യാറുള്ളൂ. അപ്പം മാത്രമാണ് എനിക്ക് ആ ഒരു ഫിനിഷിങ് എപ്പോഴും കിട്ടാറുള്ളൂ. സോ ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് പറയാം. പിന്നെ ഇത് മിൽക്കിൻ്റെ ഗ്രിപ്പ് ഹീറോസ് ഹൈഡ്രോ ഗ്രിപ്പ് ഹീറോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോംബോ അവർ ഇപ്പോൾ ഈ ബ്ലാക്ക് ഫ്രൈഡേ സെയിലിന് ലോഞ്ച് ചെയ്തതാണ്. മിൽക്ക് മേക്കപ്പ് നിങ്ങൾ കേട്ടിട്ട് അറിയുന്നുണ്ടായിരിക്കും ഈ ബ്രാൻഡ്. ഇതിൽ ഈ കോംബോയിൽ 2 ഐറ്റംസ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എൽഫിലും ഇതുപോലെയുള്ള ഇതുണ്ട്. എൽഫിൻ്റെ ഒരു കുറച്ചും കൂടെ ഒരു ഗുഡ് വേർഷനാണ് മിൽക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഇതിൽ ഗ്രിപ്പ് സെറ്റ് പ്ലസ് റിഫ്രഷ് സ്പ്രേ ആണിത്. സോ ഇത് നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേയും മേക്കപ്പ് കഴിഞ്ഞതിന് ശേഷവും ഒക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. സോ ഇതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് അപൂർവമുണ്ട്, അവൾ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് ഞാൻ യൂസ് ചെയ്ത് ഇപ്പോൾ തീർന്ന് അത്രയും ഉപയോഗിച്ചു. എനിക്ക് ഡ്യൂവി ലുക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇതെനിക്ക് വർക്കായി. ഇത് ഓയിലി സ്കിന്നുള്ള ആൾക്കാർ തൊടുകയും ചെയ്യണ്ട, നല്ല ഓയിലി ആക്കും ഫേസ്. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇപ്പം എനിക്ക് ഇവിടെ അത്ര ഡ്യൂവി വേണ്ട സെൻറ്റർ ഓഫ് ദ ഫേസിലെങ്കിൽ ഞാൻ ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെ മാത്രം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കും. അതുപോലെ എവിടെ വേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കും. ഞാൻ ഹൈ പോയിൻറ്റ്സിലാണ് മെയിൻലി ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാറുള്ളത്. പിന്നെ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഐ മേക്കപ്പ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കവർ ചെയ്തിട്ട് മാത്രം സ്പ്രേ ചെയ്യുക. ഇല്ലെങ്കിൽ ഐ മേക്കപ്പ് അങ്ങനെ ഒലിച്ചു വരും. കാരണം ഇതിലൊരു ചെറിയൊരു ഓയിലി ഒരു ഇതുണ്ട്. പക്ഷേ എനിക്ക് സ്കിന്നിനൊന്നും നോർമലി എനിക്ക് ഓയിലി ആയിട്ടുള്ള എന്തെങ്കിലും പ്രോഡക്റ്റൊക്കെ സ്കിന്നിൽ യൂസ് ചെയ്താൽ എനിക്ക് പണി കിട്ടാറുണ്ട്, പിമ്പിൾ വരികയൊക്കെ ചെയ്യും. പക്ഷേ ഇതെനിക്ക് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മളുടെ പോഴ്സിനൊന്നും ക്ലോഗ്ഡ് ആക്കി വെക്കില്ല. ഇത് ആക്ച്വലി ഒരു ഗുഡ് പ്രോഡക്റ്റാണിത്. അപ്പം അങ്ങനെ ഇഷ്ടപ്പെട്ട് ഞാൻ രണ്ടാമത് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ കൂടെ തന്നെ ആ ബോക്സിൽ ഒരു ഗ്രിപ്പിംഗ് പ്രൈമർ വരുന്നുണ്ട്. ഇത് നമ്മളുടെ ഹൈഡ്രോ ഗ്രിപ്പ സംതിങ് എൽഫിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സോ അതായത് നമ്മളിങ്ങനെ ഫേസിൽ ഒട്ടിച്ച് വെച്ചാൽ അങ്ങനെ ഒട്ടി നിൽക്കും, അങ്ങനത്തെ ഒരു ടൈപ്പ്. ഇത്
നല്ല റിവ്യൂ ഉള്ള ഒരു പ്രൊഡക്റ്റാണ്. നമ്മൾ മോർണിംഗിൽ ഇത് അപ്ലൈ ചെയ്താൽ പിന്നെ നൈറ്റ് വരേക്കും നമ്മുടെ മേക്കപ്പ് ഇളകൂല എന്നാണ് പറയുന്നത്, അവർ ക്ലെയിം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടെന്നും പറഞ്ഞു. സോ ഞാൻ ഇത് ഉപയോഗിച്ചിട്ട് പറയാം എങ്ങനെയുണ്ട്, സത്യമാണോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഇത് മാത്രം എനിക്ക് ഉപയോഗിച്ചിട്ട് അറിയാം ഇത് ബെസ്റ്റാണെന്നുള്ളത്. ഇനി ഞാൻ ഇവിടെ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ലൈഫിൽ അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വീഡിയോയിലൊക്കെ, ഇങ്ങനെ ലിപ്പ് ലൈൻ ചെയ്തിട്ട് അതിങ്ങനെ പൊളിച്ചെടുക്കും. അപ്പം എടുക്കുമ്പോൾ ആ ഒരു ലിപ് സ്റ്റെയിൻ അവിടെ ഉണ്ടാവും. ഇത് അവർ പറയുന്നത് അപ്ലൈ ചെയ്തിട്ട് 10 to 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാനാണ്. എന്നിട്ട് പീൽ ചെയ്യുമ്പോൾ കളറ്. സോ ബേസിക്കലി ഔട്ട്ലൈൻ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ലാസ്റ്റ് കാണുന്ന പിക്ചർ പോലെ വരും. ഇത് സാഷി ബ്യൂട്ടി എന്നാണ് കേട്ടോ വരുന്നത്. അതിൻ്റെ ഷെയ്ഡ് നമ്പർ ഞാൻ എടുത്തിരിക്കുന്നത് റോസ് പിങ്ക് 03 ആണ് ഷെയ്ഡ് നമ്പർ വരുന്നത്. ഇത് കിട്ടിയ അപ്പം തന്നെ ഞാൻ എങ്ങനെ ഉണ്ട് ഇതിൻ്റെ റിസൾട്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് നോക്കി. ഞാൻ കുറേ സമയം വെച്ചിട്ടില്ല, ബട്ട് കുറച്ച് സമയം വെച്ചപ്പോൾ തന്നെ എനിക്ക് ആ ലിപ്പ് സ്റ്റെയിനായി. നമ്മൾ ഈ മൈലാഞ്ചൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് കൈ കഴുകുമ്പോൾ ഉണ്ടാവില്ല, അതുപോലെ ലിപ്പിൽ ഒരു കളറ് വന്നു. പക്ഷേ ഇത് 10 to 15 മിനിറ്റ്സ് ഇട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം. സോ എനിക്ക് എപ്പോഴും ലിപ്സ്റ്റിക്ക് ഇട്ടാൽ ഫുഡ് കഴിക്കുമ്പോൾ പോകുന്ന പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ ഒരു ലിപ് സ്റ്റെയിൻ ആദ്യം യൂസ് ചെയ്ത് മേലെ ലിപ്സ്റ്റിക്ക് ഇട്ടാൽ ലിപ്സ്റ്റിക്ക് പോയാൽ ലിപ് സ്റ്റെയിൻ അവിടെ ഉണ്ടാവും. സോ ഇങ്ങനെ ആ സെൻറ്ററിൽ പോയിട്ട് ഒരുമാതിരി ലുക്കിലിരിക്കും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ മെയിൻലി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോവുകയാണെങ്കിൽ അതിന് ഫുഡ് കഴിക്കാൻ പോകുമ്പം പിന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കേസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ഇതിൻ്റെ പേര് പീൽ ഓഫ് ലിപ്പ് ലൈനർ സ്റ്റെയിൻ ആണ്. ഇത് ലിപ്പ് ലൈനർ എന്നാണ് ഇവർ ഇതിൽ പറയുന്നത്. പക്ഷേ ഇത് കംപ്ലീറ്റ് ഫുൾ ലിപ്സിൽ അപ്ലൈ ചെയ്യുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഫുൾ ലിപ്സാണ് കേട്ടോ അപ്ലൈ ചെയ്തത്. ആനുവ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നിന്നുള്ള 70+ റൈസ് 70+ സെറമൈഡിൻ്റെ ഒരു മിൽക്കി ടോണറാണിത്. ഗ്ലോ മിൽക്കി ടോണർ കേട്ടോ. സോ ഇതിനെ പറ്റി ഒരുപാട് റിവ്യൂസ് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ടോണർ ഇപ്പോൾ ഓൾറെഡി ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പം വേറെ ബ്രാൻഡിൽ നിന്ന്. സോ അത് കഴിഞ്ഞിട്ട് എനിക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. ഇതെങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പക്ഷേ ഈ ആനുവ ബ്രാൻഡ് കിടിലാണ് കേട്ടോ. ഇതിൻ്റെ നയാസിനമൈഡ് ആൻഡ് വേറെ കുറച്ച് സിറമൊക്കെ ഉണ്ട്. അതൊക്കെ യൂസ് ചെയ്തിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഇതാണ് ആ ഒരു മിൽക്കി ടോണർ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സോ ഇത് മോയ്സ്ചറൈസിങ് മിൽക്കി ടോണർ എൻറിച്ച്ഡ് വിത്ത് റൈസ് ബ്രാൻ വാട്ടർ ഹെൽപ്സ് ദ സ്കിൻ ഗ്ലോ വിത്ത് എ റിഫ്രഷിങ് ലൈറ്റ് വെയ്റ്റ് ഫിനിഷ്. ഇത് ആക്ച്വലി ഇതൊരു വാട്ടർ ലൈക്കാണ് കേട്ടോ. ആൻഡ് ഫ്രേഗ്രൻസ് ഇല്ല, ജസ്റ്റ് ഒരു വാട്ടർ പോലെ തന്നെ ഉണ്ട്. ഈസി ടു അബ്സോർബാണ്, വെരി ലൈറ്റ് വെയ്റ്റ് ആണ്. ഇത് എത്രത്തോളം എഫക്റ്റ് ആവുന്നു എന്നൊക്കെ ഉള്ളത് ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു 1 month എങ്കിലും ഉപയോഗിച്ചിട്ട് പറയാം. പക്ഷെ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ക്ലെയേഴ്സിൻ്റെ ഒരു ടോണറാണ്. അത് ആക്ച്വലി ഞാൻ സെക്കൻഡ് ബോട്ടിലാണ്. അത് കണ്ണും പൂട്ടി മേടിക്കാം, കാരണം അത് കിടിലം പ്രോഡക്റ്റാണ്. എനിക്ക് ബാക്കി കുറേ ടോണേഴ്സൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ബ്രേക്ക് ഔട്ട്സ് വന്നിട്ടുണ്ട്. കാരണം ചില ടോണറിലൊക്കെ ആൽക്കഹോൾ ഉണ്ടാവും, പ്ലസ് എസെൻഷ്യൽ ഓയിൽ അവർ ആഡ് ചെയ്യും. അപ്പോൾ അത് രണ്ടും ഉണ്ടെങ്കിൽ എൻ്റെ സ്കിന്നിന് പണി കിട്ടും. അപ്പം ഇതൊന്നും ഇല്ല എന്നാണ് അവർ പറയുന്നത്. എങ്ങനെയെങ്കിലും യൂസ് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. സ്കിന്നിന് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഐ ലെറ്റ് യു നോ ഗൈസ്. ആൻഡ് ഇത് വന്നിട്ട് REM ബ്യൂട്ടിയുടെ ഒരു റെഡ് ലിപ്സ്റ്റിക്കാണ്. ഇത് വന്നിട്ടൊരു വെരി ലൈറ്റ് ഒരു റെഡ് അതായത് പ്രോപ്പർ റെഡ് കളറാണ് കേട്ടോ ഈ ലിപ്സ്റ്റിക്ക് വരുന്നത്. പക്ക നമ്മുടെ സിന്ദൂരത്തിൻ്റെ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് കളറാണ്. ആൻഡ് ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പം, ഞാൻ ഷോപ്പിൽ പോയി ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര ഒരു റെഡ് കളറാണ് കേട്ടോ. അതുപോലെ തന്നെ ഒറ്റ സ്വൈപ്പിൽ തന്നെ നല്ല പിഗ്മെൻറ്റേഷനും ഉണ്ട്. പിക്സി അതിൻ്റെ എൻഡ്ലെസ് സിൽക്കി ഐ പെന്നാണ് കേട്ടോ. വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് ഈ ഒരു ഐ പെൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ കളർ ഇതാണ് വരുന്നത്. സോ എനിക്ക് വാട്ടർ ലൈനിൽ റെഡ് കളറ് വരുന്നത് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു പ്രാവശ്യം വേറൊരു ബ്രാൻഡിൽ നിന്ന് ഷാലറ്റിൽബറി ആണെന്ന് തോന്നുന്നു ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാം ഇവിടെയുള്ള ആൾക്കാർ ഇങ്ങനെ നമ്മളെ നാട്ടിലെ പോലെ കണ്ണിൻ്റെ വാട്ടർ ലൈനിൽ ആരും അപ്ലൈ ചെയ്യില്ല, വളരെ റെയറാണ്. സോ അതുകൊണ്ട് തന്നെ എല്ലാം ഒന്നും നമ്മളുടെ എന്താ പറയുക വാട്ടർ ലൈനിന് സേഫ് ആയിരിക്കില്ല. കാണിച്ചു തരാം. ഈ ഒരു റെഡ് ടോണുള്ളതാണ്. സോ കണ്ണിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കൊരു റെഡ് ടോൺ വേണമെന്നുള്ളപ്പോൾ ഉപയോഗിക്കാം. ഈ കളർ അതിലിങ്ങനെ കളേഴ്സ് ആഡ് ചെയ്യുന്നത് കുറച്ച് ഇഷ്ടമാണ്. അപ്പോൾ ഇത് നിക്സ് എന്നാണ് കേട്ടോ. ഇത് നിക്സാണ്, ഇത് കളർ പോപ്പ്. സോ നിക്സിലെ വിവിഡ് റിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിലുള്ള
ഗ്രീൻ കളർ. സോ നിങ്ങൾ ഈ പാക്കേജിൽ കാണുന്ന ഇതേ കളർ തന്നെയാണ് ഈ പ്രോഡക്റ്റ് വരുന്നത്. ഇത് കണ്ടോ നല്ല, ഇപ്പോൾ നമുക്ക് ഒരു ഔട്ട്ലൈൻ പോലെ അങ്ങനെ, ഇപ്പോൾ ഞാൻ ചെയ്യുന്നില്ല, ചെയ്യുമ്പോൾ കാണിക്കാം. സോ കണ്ടോ ഒരു ഗ്രീൻ ഒരു ടിൻറ്റ് നമ്മളുടെ കണ്ണിന് വരും. അപ്പം ഇതിൻ്റെ ഒരു ഷെയ്ഡ് ഒരു കണ്ടോ ആ ഒരു തിളക്കം കാണുന്നുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, സോ അടുത്തത് ഈ ഒരു നിക്സിലെ സിയാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിപ്പ് ലൈനറാണ് കേട്ടോ. ഇത് നല്ല റിച്ച് ബോൾഡ് ഒരു ലിപ്പ് ലൈനറാണ്, റെഡ് കളർ. മോസ്റ്റ്ലി നമ്മളെല്ലാവരും ഉപയോഗിക്കുക ഇപ്പം ഫൗണ്ടേഷനേക്കാളും കൂടുതൽ കൺസീലർ ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പം ഞാൻ എപ്പോഴും എൻ്റെ കയ്യിലൊരു പ്രോപ്പർ കൺസീലർ ബ്രഷ് ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് മിയ ഉണ്ടായിരുന്നു. അവൾ യൂസ് ചെയ്യുന്ന, അവൾ ഉപയോഗിച്ചിട്ട് അവൾ പറഞ്ഞത് എന്താ വെച്ചാൽ വേറെ ഒന്നും അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ളൊരു കൺസീലർ ബ്രഷാണ് ഫ്രം ഹവർഗ്ലാസ്. ഇത് കോസ്റ്റ്ലി. ഇതെനിക്ക് ആക്ച്വലി ഓഫറിൽ കിട്ടിയില്ല. ഞാൻ കുറേ വെയിറ്റ് ചെയ്തു ഇത് ഓഫറിൽ വരാൻ, പക്ഷെ കിട്ടിയില്ല. പിന്നെ എനിക്ക് വാങ്ങിയേ പറ്റുള്ളതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. നമ്മളുടെ കൈയിൻ്റെ ഒരു ഷേപ്പിനെയാണ് മിമിക് ചെയ്യുന്നത്. നമ്മൾ കൈ വെച്ച് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എഫക്റ്റാണ് ഇത് വെച്ചിട്ട് കിട്ടുക എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇതാണ് ഫൗണ്ടേഷൻ ബ്രഷ് ഞാൻ വാങ്ങിച്ചത്. BK ബ്യൂട്ടി എന്നുള്ള BK ബ്യൂട്ടി, ഇതാണ് ആ ബ്രാൻഡ് നെയിം. ഈ 101 എന്ന് പറഞ്ഞിട്ടുള്ള ബ്രഷാണ്. ഇതിൻ്റെ ഒരു സ്മോളർ സൈസും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം കുറേ പേർക്കൊക്കെ ഇത് സൈസ് കൂടുതലാണെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരിപ്പം അതിൻ്റെ ഒരു സ്മോളർ സൈസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ബിഗ്ഗർ സൈസ് ആണെങ്കിൽ പണി പെട്ടെന്ന് കഴിയും. സോ എൻ്റെ ഇത് വയ്ക്കുമ്പോൾ തന്നെ എൻ്റെ പകുതി ഫേസ് ഇതിൽ കവറായി പോകുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇത് ഭയങ്കര സോഫ്റ്റാണ്. അതിന് ഒരുപാട് ക്രിയേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ ഈ ഒരു ബ്രഷ്. ഇതും അതുപോലെ തന്നെയാണ് കേട്ടോ. അതിൻ്റെ ബ്രിസൽസ് വരുന്നത്, അതിൻ്റെ ഷേപ്പ് കണ്ടോ. ഇപ്പോൾ ഒരുപാട് ബ്രാൻഡ്സ് ഇത് ഇറക്കുന്നുണ്ട്. ആക്ച്വലി ദിസ് ഈസ് റിയലി ഗുഡ്. കാരണം ഇത് നല്ല ഇങ്ങനത്തെ ഒരു സ്ലാൻഡിങ് ഒരു മോഷനിലാണ് ഇത് നമ്മുടെ ഫേസിൽ. സോ നമ്മളുടെ ഫേസിനെ തന്നെ ഇതൊരു ഹഗ് ചെയ്യുന്ന പോലെയാണ് കണ്ടോ. അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് പ്രോഡക്റ്റ് ഒന്നും ഇത് അബ്സോർബ് ചെയ്യില്ല. അത് നന്നായിട്ട് ഇപ്പോൾ നമ്മൾ കുറച്ച് പ്രോഡക്റ്റ് എടുത്താലും ഇത് ഈസി ടു ബ്ലെൻഡ് ആണ്. അതുപോലെ പ്രോഡക്റ്റ് അധികം ഇത് അബ്സോർബ് ചെയ്യില്ല എന്നാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട് ആൾക്കാർ പറയുന്നത്. എങ്ങനെയാണെന്ന് അറിയില്ല, നമ്മൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയാം. എയർ ബ്രഷ് 117 എന്ന് പറഞ്ഞിട്ടുള്ള സ്പാച്ചുല ബ്രഷാണിത്. IT കോസ്മെറ്റിക്സിൻ്റെ IT ബ്രഷസ് ഫോർ അൾട്ട എന്ന് പറഞ്ഞാൽ ഇതെന്നുള്ളൊരു ഫൗണ്ടേഷൻ ബ്രഷാണിത്. ആക്ച്വലി നിങ്ങളത് കണ്ടിട്ടുണ്ടാവും, ഒരുപാട് പേര് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഒരു ബ്രിസിൽസ് കണ്ടാവും, വെരി തിന്നാണ്. ഇറ്റ്സ് ലൈക്ക് ഒരു ലൈൻ കണ്ടോ, ഒരൊറ്റ ലൈന്. സോ ഇതൊരു സ്പാച്ചുല പോലെ ഇങ്ങനെ നമ്മൾ കയ്യിൽ നമ്മളുടെ ഫൗണ്ടേഷൻ എടുത്തിട്ട് ഒറ്റ സ്ട്രോക്കിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ചെയ്യുന്നതാണ്. ഇത് ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു സാധനമാണ്. ഒരുപാട് ആൾക്കാർ ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഇത് എങ്ങനെ ഉണ്ടാവുന്നല്ല. ഇത് നല്ല ഓഫറിൽ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഞാൻ ഓക്കെ ഇതാണ് ബെസ്റ്റ് ടൈം, ഇത് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തതാണ്. ഇനി അടുത്തത് റെയർ ബ്യൂട്ടിയുടെ ഒരു ബ്ലഷാണ് ഞാൻ വാങ്ങിയത്. ഹാപ്പിയാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ് നെയിം വന്നിട്ട് ഹാപ്പി. ഒരുപാട് ആൾക്കാർ ലൈക്ക് ഈ റെയർ ബ്യൂട്ടി വാങ്ങാറുണ്ടെങ്കിലും ആരും ഈ ഹാപ്പി എന്ന് പറഞ്ഞ ഷെയ്ഡ് അധികം വാങ്ങി ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ടു ബി ഫ്രാങ്ക് ഞാൻ അവരുടെ എല്ലാ ഷെയ്ഡും യൂസ് ചെയ്ത് നോക്കി. പക്ഷേ എനിക്ക് ഇത് ബെസ്റ്റായിട്ട് എൻ്റെ ഒരു സ്കിൻ കളറിലുള്ള ആളാണ് നിങ്ങളെങ്കിൽ, ഒരു പിങ്ക് ടോൺ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു കളർ, ഇത് ഹാപ്പിയാണ് ഷെയ്ഡ് വരുന്നത്. ഇറ്റ്സ് ദ ബെസ്റ്റ്. നോക്കി, ഞാൻ ഇതിൻ്റെ മുന്നേ വാങ്ങിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു മിനി വാങ്ങി. ഇതിൽ ഒന്നുമില്ല, ഇത് തീർന്ന് ഞാൻ കംപ്ലീറ്റ് ഊറ്റിയെടുത്തു. അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ പിന്നെ വേറെ ബ്ലഷസ് ഒന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. ഈ കളർ തന്നെയാണ്. റെയർ ബ്യൂട്ടിയുടെ വേറൊരു ഷെയ്ഡിനെയും മറന്നുപോയി. പക്ഷേ ആ ഷെയ്ഡ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് മുന്നേ. പക്ഷെ അതിനേക്കാളും കൂടുതൽ ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഡൂവി ആണ് കേട്ടോ. സോ അവർക്ക് 2 ടൈപ്പ് ഓഫ് ഇത് വേരിയൻസ് ഉണ്ട്, ഡൂവി ആൻഡ് മാറ്റ്. സോ ഞാൻ എപ്പോഴും ഡൂവിയാണ് എടുക്കാറുള്ളത്. എൻ്റെ ഏറ്റവും ഫേവറേറ്റാണ് ഈ ഒരു ബ്ലഷ്. ഈ കളർ ആക്ച്വലി കാണുമ്പോൾ ഇത്രയും പിങ്കായിട്ട് തോന്നുമെങ്കിലും നന്നായിട്ട് മാച്ചാവും. ഇപ്പം നിങ്ങൾ ഹെവി മേക്കപ്പ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഉണ്ടോ ആ ഒരു ഗ്ലാസ് സ്കിൻ എഫക്റ്റ്, അത് ഇൻസ്റ്റൻ്റ്ലി ആ ഒരു ഗ്ലാസ് സ്കിൻ എഫക്റ്റ് നമ്മൾക്ക്. പിന്നെ റെയർ ബ്യൂട്ടിയുടെ പ്രോഡക്റ്റ് വളരെ കുറച്ച് നമ്മൾ അപ്ലൈ ചെയ്താൽ തന്നെ നല്ല രീതിയിൽ പിഗ്മെൻറ്റേഷനാണ്. സോ എപ്പോഴും ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം ഞാൻ ഈ സൈഡ് അപ്ലൈ ചെയ്ത് കുറച്ചുകൂടി പോയി. പക്ഷേ എനിക്ക് ബ്ലഷിൻ്റെ ബ്ലൈൻഡ്നെസ് ഉണ്ട്. സോ എനിക്ക് എത്ര ഇട്ടാലും മതിയാവില്ല.
സോ ഇത് വൺ സൈസ് ബ്രാൻഡ് എന്നുള്ള സെറ്റിംഗ് സ്പ്രേ ആണ്. ഇതിന് ഭയങ്കര ഫൈൻ മിസ്റ്റും ആണ് കേട്ടോ. ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അത് മാത്രമല്ല മോർണിംഗ് ടു നൈറ്റ് വരെ ഞാൻ എങ്ങനെ മേക്കപ്പ് ഇട്ടോ അത് അങ്ങനെ അതേപോലെ ഉണ്ടായിരുന്നു നൈറ്റും. സോ എനിക്ക് തോന്നുന്നു ഇത് ഒരു ബെസ്റ്റ് ആണെന്ന്. പക്ഷേ ഇതിൽ നല്ല രീതിയിൽ ആൽക്കഹോൾ ഉണ്ട്. ഇതൊരു ഡെയിലി യൂസിനൊന്നും സജസ്റ്റ് ചെയ്യാൻ ചെയ്യില്ല. ഇതൊരു നമ്മൾക്ക് ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഭയങ്കര എന്താ പറയുക, മോർണിംഗ് ടു നൈറ്റ് വരെ, അല്ലെങ്കിൽ നിങ്ങളൊരു ബ്രൈഡാണ്, അല്ലെങ്കിൽ ഒരു ബ്രൈഡ്സ് മെയ്ഡാണ്, സിസ്റ്ററാണ് ബ്രൈഡിൻ്റെ, അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് കോട്ടും ചട്ടമൊക്കെ ആയിരിക്കുമല്ലോ. അപ്പം മേക്കപ്പ് ഡാൻസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ സ്വെറ്റായിട്ട് മേക്കപ്പൊക്കെ പോവാതിരിക്കാൻ ഇട്ടാൽ അങ്ങനെ ഉണ്ടാവും. ഈവനിങ് വരെ ഇത് അങ്ങനെ ഇരിക്കും. കഴിഞ്ഞ ഇയറിൽ ഞാൻ ലാൻകോമിൻ്റെ കൺസീലർ പ്ലസ് അതിൻ്റെ തന്നെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ നാസിൻ്റെ കൺസീലർ വിത്ത് അതിൻ്റെ തന്നെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ഇത് ലൈറ്റ് റിഫ്ലക്റ്റിംഗ് ആണ്. ഇതിൻ്റെയും ഒരു പാക്കേജിങ് വന്നിട്ട് ഭയങ്കര, ഇതൊരു പേപ്പർ പോലെ അല്ല, ഇതൊരു സ്മൂത്ത് ഒരു ടെക്സ്ചറാണ് ഇതിന്. പാക്കേജിങ്ങിൽ പോലും അവർ ഇതാക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എൻ്റെ ഷെയ്ഡിൽ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇത് മീഡിയം 6 എന്ന് പറഞ്ഞ ഇതിൽ അറൂബ എന്നാണ് ഈ ഒരു ഷെയ്ഡ് നെയിം. സോ ഇതിൽ നിങ്ങൾ എൻ്റെ ഷെയ്ഡാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഞാൻ ഒരുപാട് ടോപ്പ് 5 ഫൗണ്ടേഷനിൽ ആൾക്കാർ റെക്കമെൻഡ് ചെയ്ത് കേട്ടിട്ടുണ്ട് ഈ ഒരു പ്രോഡക്റ്റ്. അപ്പം ലൈറ്റ് റിഫ്ലക്റ്റിംഗ് ആണ്. അതുപോലെ ഇത് വന്നിട്ട് സ്കിൻ കെയർ ബെനിഫിറ്റും കൂടെ ഉണ്ട് കേട്ടോ. അതും കൂടെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്താണത് എക്സാക്ട്ലി എന്നുള്ളത് എനിക്കറിയില്ല. അടുത്തത് ലാഷ് പ്രിൻസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേൾ ആൻഡ് വോളിയം മസ്കാരയാണ് വരുന്നത്. ഇത് എസെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് എന്നുള്ളതാണ്. ഇത് വന്നിട്ട് നല്ല രീതിയിൽ കേൾ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ കേളർ യൂസ് ചെയ്ത് നല്ല രീതിക്ക് പ്രസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് സ്റ്റേ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരേ ഒരു പ്രശ്നം എനിക്കിത് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അതിൻ്റെ പൊടി ലൈറ്റായിട്ട് ഫോൾ ഔട്ട് വരുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രശ്നം. പക്ഷേ ഇതിൻ്റെ ഫിനിഷിങ് ആൻഡ് ഇതിൻ്റെ സ്റ്റേ വന്നിട്ട് അടിപൊളിയാണ്. ഇനി പിക്സിയുടെ ഒരു ഐ പെൻസിൽ, സിൽക്കി ഐ പെൻസിൽ. ഇത് ബ്ലാക്ക്, ജെറ്റ് ബ്ലാക്ക് ആണ്. ഭയങ്കര ക്രീമിയാണ്, നല്ല ഈസി ടു അപ്ലൈ ആണ് കേട്ടോ. പിന്നെ ഇത് ലോറിയൽ പാരീസിൻ്റെ ഇൻഫാലിബിൾ ഗ്രിപ്പ് എന്ന് പറഞ്ഞിട്ട്, ഇത് നമ്മുടെ ഒരു വൈറ്റ് കളറാണ്. സോ ഉള്ളിൽ ഡ്രമാറ്റിക് ഐ ലുക്സ് ചെയ്യുമ്പം കണ്ണിൻ്റെ ഉള്ളിൽ വരയ്ക്കാൻ പറ്റുന്ന ഒരു ഷെയ്ഡ്, ഒരു കളറാണ്. സോ ഇതിൻ്റെ ഈ പാക്കേജിങ്ങിൽ വരുന്ന ഇതേ ഷെയ്ഡ് തന്നെയാണ് അതിൻ്റെ പ്രൊഡക്റ്റും വരുന്നത്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു ഫുൾ ഐറ്റംസ് ഞാൻ പർച്ചേസ് ചെയ്തത്. അപ്പം ഞാൻ എന്തായാലും ഹാപ്പിയാണ്, നിങ്ങളും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഞാനിപ്പം കാണിച്ച എല്ലാ പ്രോഡക്ട്സും എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പ്രോഡക്ട്സാണ്. ഇനി ഞാൻ ഉപയോഗിക്കുമ്പോൾ എങ്ങനെ ഉണ്ടെന്നുള്ളത് കാണിക്കാം. അപ്പം അത് നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് ഒന്നും മിസ്സാവില്ല. അപ്പോൾ അടുത്ത ഒരു വ്ളോഗോ അല്ലെങ്കിൽ ഇതുപോലെ സ്കിൻ കെയർ ഓർ മേക്കപ്പ് വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അപ്പം എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.